ഹായ് ഗായ്സ്, ഇറ്റ്സ് മീ ഹരി. ഞാൻ പ്ലസ് ടുവിൽ പഠിക്കുന്ന ടൈമിൽ ഞങ്ങളുടെ ക്ലാസ് ടീച്ചർ ഞങ്ങൾക്ക് സബ് കോൺഷ്യസ് മൈൻഡിനെ കുറിച്ചും പോസിറ്റീവ് അഫർമേഷൻ, വിഷ്വലൈസേഷൻ ഇതൊക്കെ ഞങ്ങൾക്ക് നല്ലോണം പറഞ്ഞു തരുമായിരുന്നു. അന്ന് ഞാൻ വിചാരിച്ചു ഇവരെന്താണ് ഈ പറയുന്നത്, അതിനെക്കുറിച്ചൊന്നും എനിക്കറിയില്ലായിരുന്നു. ദെൻ ഞാൻ ഈ ഒരു സിമ്പിൾ ബുക്ക് വായിച്ചു കഴിഞ്ഞപ്പോഴാണ് സബ് കോൺഷ്യസ് മൈൻഡിനെ കുറിച്ചും അതിൻ്റെ പവറും പിന്നെ മിസ് എന്ന് പറയാൻ ശരിയാണെന്നും എനിക്ക് മനസ്സിലായത്. നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിന് അറിയില്ല നമ്മൾ എന്താ പറയുന്നത്, ശരിയാണോ അത് തെറ്റാണോ ഒന്നും അതിനറിയില്ല. നമ്മൾ എന്താണോ അതിനെ ഫീഡ് ചെയ്യുന്നത് അത് നമ്മുടെ റിയാലിറ്റിയായി മാറും. അത് നമുക്ക് എക്സ്പീരിയൻസും ചെയ്യാൻ പറ്റും. ആൻഡ് 24/7 നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡ് നമ്മൾ ഒബ്സർവ് ചെയ്യുമായിരിക്കും. സോ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ, ചിലർക്ക് ചില ഡോക്ടർമാരെ കണ്ടു കഴിഞ്ഞാൽ അപ്പം കണ്ടാൽ മതി, അല്ലാതെ മെഡിസിൻ ഒന്നും കഴിക്കണ്ട, അപ്പം തന്നെ പനി റിക്കവർ ആവും. കാരണം എന്താ, നമ്മുടെ സബ് കോൺഷ്യസ് ലെവലിൽ നമ്മളത് രജിസ്റ്റർ ചെയ്ത് വെച്ചേക്കാണ്. യെസ്, എനിക്ക് ഡോക്ടറിനെ കണ്ടു കഴിഞ്ഞാൽ എൻ്റെ പനി മാറും. അത് നമ്മൾ സബ് കോൺഷ്യസ് ലെവലിൽ നമ്മളത് സെറ്റ് ചെയ്ത് വെച്ചേക്കുക. പേഴ്സണലി ബുക്ക് വായിച്ചതിന് ശേഷം എൻ്റെ വേ ഓഫ് തിങ്കിങ് മാറി. പിന്നെ ഞാൻ ഇതിലെ പറഞ്ഞേക്കുന്ന പോലെ വിഷ്വലൈസ് ചെയ്യാനും പോസിറ്റീവ് അഫർമേഷനും പറയാൻ തുടങ്ങി. ആൻഡ് ഞാൻ പലതും വിഷ്വലൈസ് ചെയ്ത പലതും ഞാൻ മാനിഫെസ്റ്റ് ചെയ്തു. സോ നിങ്ങൾ എന്താണോ പറയുന്നത്, നിങ്ങൾ എന്താണോ ഫീൽ ചെയ്യുന്നത്, നിങ്ങൾ എന്താണോ കേൾക്കുന്നത്, അതായിരിക്കും നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യാൻ പോകുന്നത്. ആൻഡ് ചിലരുണ്ട്, എൻ്റെ കയ്യിൽ പൈസ നിൽക്കത്തില്ല, എന്നെ കൊണ്ട് പറ്റില്ല, എനിക്കിത് ചെയ്യാനുള്ള കോൺഫിഡൻസ് ഇല്ല. സോ നിങ്ങളത് മാത്രം എക്സ്പീരിയൻസ് ചെയ്യുക. നിങ്ങൾ ചിന്തിക്കുന്ന രീതിയിലായിരിക്കും നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യുന്ന ലൈഫ്. സോ നെഗറ്റീവായിട്ട് സംസാരിക്കുന്ന നിങ്ങളുടെ ഫ്രണ്ടിനെ ഷെയർ ചെയ്യാൻ മറക്കണ്ട.